ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ശതകോടീശ്വരന്മാർക്ക് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബ്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്വേത അഡാറ്റ്യ പറയുന്നത് ഉണ്ട് എന്നാണ്. പക്ഷെ അവർക്ക് ജന്മന കിട്ടിയതല്ല, അവർ അത് പ്രാക്ടീസ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തലച്ചോർ വളരെ സെൻസിറ്റീവായ ഒരു സ്റ്റേറ്റിലായിരിക്കും. ആ സമയത്ത് ഫോൺ നോക്കുന്നത് വഴി തലച്ചോറിൽ പെട്ടെന്ന് ഒരു ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാകുന്നു. ഇതിനെ നമുക്ക് ചീപ്പ് ഡോപ്പമൈൻ എന്ന് വിളിക്കാം. ഇത് നമ്മുടെ തലച്ചോറിനെ റിയാക്റ്റീവ് മോഡിലേക്ക് മാറ്റും. റിസൾട്ട് എന്താന്ന് വെച്ചാൽ ദിവസം മുഴുവൻ നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മോർണിംഗ് റുട്ടീൻ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോർമുലയുണ്ട്. അതാണ് ദ മൂവേഴ്സ് റുട്ടീൻ. ഫസ്റ്റ്, എം ഫോർ മെഡിറ്റേഷൻ. മൂവേഴ്സിൽ എം ഫോർ മെഡിറ്റേഷൻ. ജസ്റ്റ് ഒരു 2-5 മിനിറ്റ് ഒരിടത്ത് സമാധാനമായി ഇരിക്കുക. നോ മൊബൈൽ, നോ തോട്ട്സ്. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അടുത്തത് ഓ ഫോർ ഓക്സിജനേഷൻ. നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലിനെയും ആക്റ്റീവ് ആക്കാൻ ഓക്സിജൻ അത്യാവശ്യമാണ്. ഇതിനായി 1 മിനിറ്റ് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നമ്മുടെ ഡീപ്പായി ശ്വസിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയും അത് ബോഡിയിലെ ഓരോ സെല്ലിനെയും ഉണർത്തുകയും ചെയ്യും. അത് നമ്മുടെ ബ്രെയിനിന് ഒരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്ററായി പ്രവർത്തിക്കും. അടുത്തത് വി ഫോർ വിഷ്വലൈസേഷൻ. ഒരു 2 മിനിറ്റ് കണ്ണടച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് ഓൾറെഡി അച്ചീവ് ചെയ്തതായി മനസ്സിൽ കാണുക. ആ വിജയം, അപ്പോൾ കിട്ടുന്ന ആ സന്തോഷം, അത് നമ്മൾ അനുഭവിക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവായി റീപ്രോഗ്രാം ചെയ്യാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ ഒരു ചെറിയ ശീലം കൊണ്ട് സാധിക്കും. അടുത്തത് ഇ ഫോർ എക്സസൈസ്. ഇതിനായി നമ്മൾ ജിമ്മിൽ പോകണമെന്നോ കഠിനമായി വർക്കൗട്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് നടക്കുകയോ ചെയ്യാം. ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും നമുക്ക് നല്ലൊരു ഉന്മേഷം നൽകുകയും ചെയ്യും. അടുത്തത് ആർ ഫോർ റീഡിംഗ്. എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ ബുക്കോ അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങളോ വായിക്കാൻ ഈ സമയം മാറ്റിവെക്കാം. അപ്പൊ അത് രാവിലെ തന്നെ നമ്മുടെ തലച്ചോറിന് നല്ലൊരു പോസിറ്റീവ് ഫീഡ് നൽകാനും പുതിയ ചിന്തകൾ ഉണ്ടാകാനും സഹായിക്കും. അടുത്തത് എസ് ഫോർ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ്. നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്ലാൻസ് ആണ് ഉള്ളത്, അതൊന്ന് നമ്മുടെ പേപ്പറിലേക്ക് മാറ്റണം. ദിസ് ഹെൽപ്സ് ടു ഡീക്ലട്ടർ യുവർ മൈൻഡ്. പിന്നെ നമ്മുടെ മോശം ചിന്തകൾ നമുക്ക് എഴുതി മാറ്റിക്കളയാം. മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കാനും കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് സിമ്പിളായ മൂവേഴ്സ് ടെക്നിക്. ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസത്തെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കും. ഇനി നമുക്ക് വിഷ്വലൈസേഷനെ കുറിച്ച് പറയാം. എന്താണ് വിഷ്വലൈസേഷന്റെ പവർ? വിഷ്വലൈസേഷൻ എന്നത് വെറും ഒരു പകൽ കിനാവല്ല, ഒരു ഡേ ഡ്രീം അല്ല. നമുക്ക് ഒരു സ്റ്റഡി നോക്കാം. കുറച്ച് ആളുകൾ പിയാനോ അവര് ഡയറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. മറ്റൊരു കുറച്ച് ആൾക്കാര് പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യുന്നു. അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒരു കൂട്ടം ആൾക്കാര് പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റൊരു കൂട്ടം ആൾക്കാര് പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നതായി ഇമാജിനേഷൻ ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ രണ്ടു കൂട്ടരുടെയും ബ്രെയിൻ സ്കാൻ ചെയ്തപ്പോൾ രണ്ടുപേരുടെയും തലച്ചോറിൽ ഒരേപോലെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ആഴത്തിൽ കാണുമ്പോൾ അത് സത്യമാണോ അതോ വെറും ചിന്തയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല. നമ്മൾ ഒരു വിന്നർ ആണെന്ന് വിഷ്വലൈസ് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ അതിനായി ഓട്ടോമാറ്റിക്കായി തയ്യാറെടുപ്പിക്കും. യുവർ മൈൻഡ് ക്യാൻ അച്ചീവ് എനിത്തിങ് ഇറ്റ് ക്യാൻ കൺസീവ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം. നമ്മുടെ ബ്രെയിൻ എനർജി ലാഭിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മെഷീൻ പോലെയാണ്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും അത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ രാവിലെ എണീക്കുന്നു, ബെഡ്ഷീറ്റ് മടക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ്. അപ്പം ഇതിനെയാണ് നമ്മുടെ ശീലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. നമ്മൾ ഒരു നിബിഡ വനത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. അവിടെ ആദ്യമായിട്ട് പോകുമ്പോൾ വഴിയൊന്നുമില്ല. അപ്പൊ നമ്മൾ കാട് വെട്ടിത്തെളിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വഴി ഉണ്ടാക്കേണ്ടി വരും. ഇതാണ് ന്യൂറൽ പാത്വേസ്. അതായത് നമ്മൾ ആദ്യമായി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ ഒരു പുതിയ ബന്ധം ഉണ്ടാകുന്നു. പിന്നീട് ഓരോ ദിവസവും നമ്മൾ അതേ വഴിയിലൂടെ തന്നെ നടക്കുമ്പോൾ ആ ചെറിയ വഴി തെളിഞ്ഞു വരികയും അതൊരു വലിയ റോഡ് പോലെ ആവുകയും ചെയ്യും. പിന്നീട് നമുക്ക് ചിന്തിക്കാതെ തന്നെ ആ വഴിയിലൂടെ നടക്കാം. ഇതുപോലെയാണ് നമ്മൾ ഹാബിറ്റ്സ് രൂപപ്പെടുത്തുന്നത്. നമ്മൾ ബോധപൂർവം ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ബ്രെയിൻ അത് ഓട്ടോമാറ്റിക് ആക്കി മാറ്റും. എല്ലാ സ്കില്ലും നമുക്കിങ്ങനെ പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ആദ്യമായി വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ചും ഗിയറും സ്റ്റിയറിങ്ങും എല്ലാം ഒരുമിച്ച് ശ്രദ്ധിക്കാൻ
ആദ്യമായി വണ്ടി ഓടിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ തലച്ചോറിൽ അതിനുള്ള വഴി തെളിഞ്ഞിട്ടില്ല. എന്നാൽ ഓരോ ദിവസവും നമ്മൾ അത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ ചെറിയ വഴി തെളിഞ്ഞു വരികയും അതൊരു വലിയ ഹൈവേ പോലെ ആവുകയും ചെയ്യും. പിന്നീട് മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടോ പാട്ട് കേട്ടുകൊണ്ടോ ഒക്കെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് എല്ലാ ശീലങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇതിനെയാണ് 21 ഡേ റൂൾ എന്ന് വിളിക്കുന്നത്. ഒരു പുതിയ ശീലത്തിലേക്ക് മാറാൻ തലച്ചോറിന് ഏകദേശം 21 ദിവസം തുടർച്ചയായ പരിശീലനം വേണം. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ബ്രെയിൻ പഴയ രീതികൾ മാറ്റി പുതിയ രീതിയിലേക്ക് റീവയർ ചെയ്യപ്പെടും. ലോകത്തെ വിജയിച്ച മനുഷ്യരെല്ലാം ചെയ്തത് ഇതാണ്. അവർ ബോധപൂർവം നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്ത് അത് അവരുടെ ശീലമാക്കി മാറ്റി. യു ആർ വാട്ട് യു റിപ്പീറ്റഡ്ലി. അടുത്തത് ദ പവർ ഓഫ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ബോഡി വെറുതെ ഓഫായി ഇരിക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ തലച്ചോർ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജോലികൾ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ അതിന്റെ സർവീസിംഗ് നടത്തുന്ന സമയമാണത്. ആദ്യത്തേത് ദ ക്ലീനിങ് പ്രോസസ്. നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിലെ ഒരു പ്രത്യേക സിസ്റ്റം ആക്റ്റീവ് ആകും. പകൽ മുഴുവൻ ജോലി ചെയ്യുമ്പോൾ ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങൾ, ബീറ്റ അമിലോയിഡ് പോലുള്ള പ്രോട്ടീനുകൾ ഒരു ദ്രാവകം ഉപയോഗിച്ച് കഴുകിക്കളയുന്ന പ്രക്രിയയാണിത്. നിങ്ങൾക്ക് ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ ഈ ക്ലീനിങ് നടക്കില്ല. അതുകൊണ്ടാണ് അടുത്ത ദിവസം നമുക്ക് തലവേദനയോ ദേഷ്യമോ ഒക്കെ അനുഭവപ്പെടുന്നത്. മറ്റൊന്നാണ് മെമ്മറി കൺസോളിഡേഷൻ. പകൽ മുഴുവൻ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ തലച്ചോർ തരം തിരിച്ച് ആവശ്യമുള്ളത് മാത്രം ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റുന്നത് ഉറക്കത്തിലാണ്. ശരിയായ ഉറക്കം ഇല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയെയും ചിന്താശക്തിയെയും അത് മോശമായി ബാധിക്കും. ഇപ്പൊ ഉറക്കം എന്ന് പറയുന്നത് വെറുതെ സമയം കളയലല്ല, മറിച്ച് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിനെ റീചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ്. പ്രോപ്പർ സ്ലീപ്പ് ലീഡ്സ് ടു എ ഷാർപ്പർ ബ്രെയിൻ. അടുത്തത് ബ്രെയിൻ ഫോഗ്. എന്താണ് ഈ ബ്രെയിൻ ഫോഗ്? ചില ദിവസങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാൻ കഴിയാതെ വരും. എപ്പോഴും ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോകാം. ഈ അവസ്ഥയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന വില്ലൻ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ്. നമ്മൾ ഒരുപാട് മധുരം കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടും. ഇത് നമ്മുടെ തലച്ചോറിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഇതിന്റെ ഫലമായി നമ്മുടെ ബ്രെയിൻ പവർ പതുക്കെ കുറഞ്ഞു തുടങ്ങും. നമ്മളൊരു ഗ്ലാസ് പായസം കുടിക്കുന്നു എന്ന് കരുതുക. പായസത്തിലെ പഞ്ചസാര ബ്ലഡിലേക്ക് എത്തുമ്പോൾ തലച്ചോറിൽ വലിയ അളവിൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടും. നമുക്ക് വലിയൊരു സന്തോഷമോ എനർജിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴോട്ട് പോകും. ഇതിനെയാണ് ഷുഗർ ക്രാഷ് എന്ന് വിളിക്കുന്നത്. പായസം കുടിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത മടിയും ഉറക്കവും തളർച്ചയും അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഈ സൈക്കിൾ നമ്മുടെ ഫോക്കസിനെ പൂർണ്ണമായും നശിപ്പിക്കും. അപ്പൊ ഹൈ ഷുഗർ ഇൻടേക്ക് ഈസ് ലിങ്ക്ഡ് ടു പുവർ കോഗ്നിറ്റീവ് ഫങ്ഷൻ. അപ്പൊ നമ്മുടെ തലച്ചോറിനെ ആരോഗ്യം നിലനിർത്താനായിട്ട് ചില ബ്രെയിൻ ഫുഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അത് ഫസ്റ്റ് ഹെൽത്തി ഫാറ്റ്സ്. നമ്മുടെ തലച്ചോറിന്റെ ഘടന പരിശോധിച്ചാൽ അതിന്റെ ഏകദേശം 60% ഫാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിന് നല്ല ഇനം ഫാറ്റ് അത്യാവശ്യമാണ്. തലച്ചോറിലെ ന്യൂറോൺസിനെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെയാണ് ഈ ഫാറ്റ് വർക്ക് ചെയ്യുന്നത്. നട്ട്സ്, ഒലിവ് ഓയിൽ, അവക്കാഡോ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി നിലനിർത്താനും സഹായിക്കുന്നു. ബാഡ് ഫാറ്റുകളാണെങ്കിൽ അത് ഒഴിവാക്കി ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുന്നത് ബ്രെയിൻ സെല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. പകൽ മുഴുവൻ ജോലി ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ഇത് തലച്ചോറിലെ കോശങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ വരുത്തിയേക്കാം. ബ്ലൂബെറി, സ്ട്രോബെറി പോലെയുള്ള ബെറി പഴങ്ങൾ പച്ചക്കറികളും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ഇവ തലച്ചോറിലെ ഈ സ്ട്രെസ് കുറയ്ക്കുകയും കോശങ്ങൾ നശിക്കുന്നത് തടയുകയും ചെയ്യുന്നു. തലച്ചോർ പ്രായമാകുന്നതിൽ നിന്നും തളർച്ചയിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡാണ് ആന്റി ഓക്സിഡന്റുകൾ. ഇനി ഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിൽ എന്ന പോലെ തലച്ചോറിലും ഭൂരിഭാഗവും വെള്ളമാണ്. പലപ്പോഴും നമ്മൾ തലവേദനയോ ശ്രദ്ധക്കുറവോ അനുഭവപ്പെടുമ്പോൾ അത് ഭക്ഷണത്തിന്റെ കുറവാണെന്ന് കരുതും. എന്നാൽ ഇത് വെള്ളത്തിന്റെ കുറവാകാനാണ് സാധ്യത. തലച്ചോറിലെ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കണമെങ്കിൽ കറക്റ്റ് അളവിൽ വെള്ളം ആവശ്യമാണ്. ചെറിയൊരു ഡീഹൈഡ്രേഷൻ പോലും നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും പെട്ടെന്ന് ദേഷ്യം വരാൻ കാരണമാവുകയും ചെയ്യും. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് തലച്ചോറിലേക്കുള്ള പോഷകങ്ങളുടെ നീക്കം സുഗമമാക്കുകയും കൊഗ്നിറ്റീവ് എബിലിറ്റി അതായത് ചിന്താശേഷി വേഗത്തിലാക്കുകയും ചെയ്യും. അടുത്ത നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് പറയാം. മെഡിറ്റേഷൻ എന്നത് വെറും ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് മാത്രമല്ല, ഇതൊരു സയൻസ് ആണ്. ദിവസവും കുറച്ച് സമയം നിശബ്ദമായി ഇരിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സഹായിക്കും.
നമ്മുടെ തലച്ചോറിൽ ഇമോഷണൽ റെഗുലേഷൻ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഇതിനെ നമുക്ക് അലാം സിസ്റ്റം എന്ന് വിളിക്കാം. ഫിയർ, ആങ്കർ, സ്ട്രെസ് എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അലാറം ഉച്ചത്തിൽ ട്രിഗർ ചെയ്യപ്പെടും. നമ്മൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ അലാം സിസ്റ്റം കൂടുതൽ ശാന്തമാകുന്നു. ലൈഫിൽ എന്ത് വലിയ പ്രോബ്ലം വന്നാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒരു കൂളായിട്ടുള്ള ക്യാപ്റ്റനെ പോലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ഗ്രേ മാറ്റർ. നമ്മുടെ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്രേ മാറ്റർ. ഇതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സെന്റർ അഥവാ വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഹബ്ബ് എന്ന് വിളിക്കാം. ഇന്റലിജൻസ്, മെമ്മറി, ഇമോഷൻസ്, പേശികളുടെ ചലനം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഗ്രേ മാറ്ററിലുള്ള ന്യൂറോണുകളാണ്. നമുക്കൊരു കമ്പ്യൂട്ടറിലെ പ്രോസസ്സർ പോലെ സങ്കല്പിക്കാം. പ്രോസസ്സറിന്റെ പവർ കൂടുമ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ ഫാസ്റ്റ് ആകുന്നു, അതുപോലെ ഗ്രേ മാറ്റർ വർദ്ധിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ ലേൺ ചെയ്യാനും ഓർത്തു വെക്കാനും സാധിക്കും. റെഗുലർ മെഡിറ്റേഷൻ വഴി ഈ ഗ്രേ മാറ്റർ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ പല സയന്റിഫിക് സ്റ്റഡീസും തെളിയിച്ചിട്ടുണ്ട്. ബ്രെയിൻ റീവയറിംഗ്, ഇതിനാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഒരു മെന്റൽ വർക്കൗട്ടാണ് മെഡിറ്റേഷൻ. ധ്യാനത്തിലൂടെ നമ്മുടെ തലച്ചോറിനെ നമുക്ക് തന്നെ റീവയർ ചെയ്തെടുക്കാം. നമ്മൾ വെറുതെ കണ്ണടച്ചിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് തന്റെ മസിലുകൾക്ക് ട്രെയിനിങ് നൽകുന്നത് പോലെ നമ്മുടെ ഫോക്കസിനും ചിന്താശേഷിക്കും ട്രെയിനിങ് നൽകുകയാണ്. ഇതിലൂടെ നമുക്ക് ഫോക്കസും ഡിസിഷൻ മേക്കിംഗ് കഴിവൊക്കെ വർദ്ധിക്കുന്നു. അപ്പോൾ മെഡിറ്റേഷൻ വെറും ഒരു പൂജയോ പ്രാർത്ഥനയോ ആയി കാണാതെ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു വർക്കൗട്ടായി കണ്ട് അത് സ്ഥിരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രായം കൂടുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം കുറയുമെന്ന് നമ്മൾ കരുതുന്നു. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന വണ്ടർഫുൾ പ്രോസസ്സിലൂടെ ഏത് പ്രായത്തിലും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയും. നമ്മുടെ ബ്രെയിൻ ഒരു പ്ലാസ്റ്റിക് പോലെയാണ്. അതിനെ എപ്പോൾ വേണമെങ്കിലും റീഷേപ്പ് ചെയ്യാനും സെൽഫ് ഓർഗനൈസ് ചെയ്യാനും കഴിയും. മുമ്പൊക്കെ സയന്റിസ്റ്റുകൾ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് മാത്രമേ തലച്ചോറ് വളരുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് 80 വയസ്സിലും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ പാതകൾ അഥവാ ന്യൂറൽ പാത്വേസ് നിർമ്മിക്കപ്പെടുമെന്നാണ്. നമ്മൾ ഒരു പുതിയ ഭാഷയോ സംഗീതമോ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ബ്രെയിൻ വീണ്ടും ചെറുപ്പമാവുകയാണ്. ബ്രെയിൻ റെജുവിനേഷൻ. തലച്ചോറിന് നൽകാവുന്ന ഏറ്റവും മികച്ച മെന്റൽ വർക്കൗട്ടാണ് പുതിയൊരു ഭാഷ പഠിക്കുന്നതും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതും. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ വാക്കുകൾ ഓർത്തു വെക്കാനും ഗ്രാമർ മനസ്സിലാക്കാനും തലച്ചോറിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇത് തലച്ചോറിലെ ഗ്രേ മാറ്റർ വർദ്ധിപ്പിക്കുകയും കൊഗ്നിറ്റീവ് റിസർവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എസ്കേപ്പ് ദ ഓട്ടോ പൈലറ്റ് മോഡ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ തലച്ചോർ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറും. എന്നാൽ പുതിയൊരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ, ഒരു പുതിയ ഹോബിയൊക്കെ പഠിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകും. ഇത് കോശങ്ങൾ നശിക്കുന്നത് തടയുകയും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്തു. ഉപയോഗിക്കാത്ത മസിൽ പോലെയാണ് തലച്ചോറും. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെ പരിശീലിപ്പിച്ചു കൊണ്ടിരുന്നാൽ പ്രായമായാലും തലച്ചോറ് യങ് ആൻഡ് ഷാർപ്പായി തന്നെ ഇരിക്കും. അതുകൊണ്ട് പഠനം ഒരിക്കലും നിർത്തരുത്. നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് യുവർ ബ്രെയിൻ നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. അടുത്തത്, എങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. എന്തുകൊണ്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയ വിട്ടു നിൽക്കാൻ കഴിയാത്തത്? സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗത്തെ ഉണർത്താനാണ്. ഇതിനെ റിവാർഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോഴോ ഒരു ലൈക്ക് കിട്ടുമ്പോഴോ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന കെമിക്കൽ റിലീസ് ആകുന്നു. ഇത് നമുക്ക് പെട്ടെന്നുള്ള ഒരു സന്തോഷം നൽകുന്നു. തുടർച്ചയായി ഡോപ്പമൈൻ റിലീസ് കാരണം നമ്മുടെ തലച്ചോറിന്റെ ബേസ് ലൈൻ ഉയരുന്നു. അതായത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇതിനെ മറികടക്കാനുള്ള വഴിയാണ് ഡോപ്പമൈൻ ഡീറ്റോക്സ്. കുറച്ച് സമയത്തേക്ക്, ഉദാഹരണത്തിന് ഒരു ദിവസമോ ഒരു മണിക്കൂറോ സോഷ്യൽ മീഡിയ, ഗെയിമിംഗ്, ജങ്ക് ഫുഡ് തുടങ്ങിയ അമിതമായ ഡോപ്പമൈൻ നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോർ റീസെറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് പുസ്തകം വായിക്കുന്നതോ പ്രകൃതി ആസ്വദിക്കുന്നതോ പോലുള്ള ലളിതമായ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ തളർത്തുന്നു. ഈ ഭാഗമാണ് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മെ സഹായിക്കുന്നത്. നമ്മൾ ഡീറ്റോക്സ് ചെയ്യുമ്പോൾ ഈ പാർട്ടിന് വിശ്രമം ലഭിക്കുന്നു. ഇതിലൂടെ നമ്മുടെ ഫോക്കസ്, ഏകാഗ്രതയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും വർദ്ധിക്കുന്നു. സോഷ്യൽ ഡീറ്റോക്സ് എങ്ങനെ തുടങ്ങാം? ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ദിവസവും രാത്രി ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. അനാവശ്യമായ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുക. വെറുതെ ഇരിക്കാൻ ശീലിക്കുക. ബോർഡം ഈസ് ഗുഡ്. ആ സമയത്ത് ഫോൺ എടുക്കുന്നതിന് പകരം ചിന്തിക്കാനോ നടക്കാനോ ശ്രമിക്കുക.
ചുരുക്കത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നതിന് പകരം അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം നശിക്കുന്നു. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നതിലൂടെ അവർ ബ്രെയിൻ ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ക്ലാരിറ്റി ആൻഡ് പവർ. നമ്മുടെ നെറ്റിയുടെ തൊട്ട് പിന്നിലായി ചെയ്യുന്ന ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ഒരു കമ്പനിയുടെ സിഇഒ എങ്ങനെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ഈ ഭാഗം പ്രവർത്തിക്കുന്നത്. വൈകാരികമായി ചിന്തിക്കാതെ ലാഭനഷ്ടങ്ങൾ നോക്കി യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ ഭാഗമാണ്. നമുക്ക് ശരിക്കും ഉറങ്ങാതിരിക്കുമ്പോഴോ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സമയം കളയുമ്പോഴോ ഈ സിഇഒ തളർന്നു പോകുന്നു. ഇതിനെ ഡിസിഷൻ ഫെറ്റീഗ് എന്ന് വിളിക്കുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് തളരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ ഇമോഷണൽ ബ്രെയിൻ ആധിപത്യം സ്ഥാപിക്കും. തൽഫലമായി പെട്ടെന്നുള്ള ദേഷ്യം, അനാവശ്യമായ പേടി, തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എന്നിവയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ഇനി നമുക്ക് എക്സസൈസിനെ കുറിച്ച് നോക്കാം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾ മാത്രമല്ല വികസിക്കുന്നത്, മറിച്ച് തലച്ചോർ പുതിയ കോശങ്ങളെ നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. BDNF ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. ഇതിനെ ലളിതമായി പറഞ്ഞാൽ തലച്ചോറിനുള്ള വളം എന്ന് വിളിക്കാം. നമ്മൾ ഓടുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ തലച്ചോറിൽ ഈ പ്രോട്ടീൻ വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ന്യൂറോജെനസിസ് ഈ പ്രോട്ടീൻ പുതിയ ബ്രെയിൻ സെല്ലുകൾ ഉണ്ടാകാനും നിലവിലുള്ള സെല്ലുകൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ദിവസവും വെറും 20 മിനിറ്റ് നടന്നാൽ പോലും നമ്മുടെ ചിന്താശേഷി, കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ, ഓർമ്മശക്തിയും വർദ്ധിക്കുന്നത് ഇതുമൂലമാണ്. ഇനി സ്ട്രെസ്സും രോഗപ്രതിരോധ ശേഷിയും. മാനസികമായ സമ്മർദ്ദം, സ്ട്രെസ് വെറും തോന്നലല്ല, അത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ബാധിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ചെറിയ അളവിൽ ഇത് നല്ലതാണെങ്കിലും ദീർഘകാലം സ്ട്രെസ് തുടരുന്നത് അപകടകരമാണ്. അമിതമായ കോർട്ടിസോൾ നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങളെ തളർത്തുന്നു. തൽഫലമായി നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും മുറിവുകൾ ഉണങ്ങാൻ താമസിക്കാനും കാരണമാകുന്നു. മാനസികാരോഗ്യം മോശമായാൽ അത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും. അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് ഈസ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് 100% ശരിയാണ്. നെക്സ്റ്റ്, വയറും തലച്ചോറും തമ്മിലുള്ള ബന്ധം നോക്കാം. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ശാസ്ത്രലോകം ദ സെക്കൻഡ് ബ്രെയിൻ അഥവാ രണ്ടാമത്തെ തലച്ചോർ എന്ന് വിളിക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ശാസ്ത്രലോകം ദ സെക്കൻഡ് ബ്രെയിൻ അഥവാ രണ്ടാമത്തെ തലച്ചോർ എന്ന് വിളിക്കുന്നു. ഇതിന് കാരണമായ പ്രധാന ഭാഗമാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ്. നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഹോർമോണാണ് സെറോട്ടോണിൻ. അത്ഭുതകരമായ വസ്തുത എന്താണെന്നാൽ ഈ ഹോർമോണിന്റെ 90% നിർമ്മിക്കപ്പെടുന്നത് തലച്ചോറിലല്ല, നമ്മുടെ വയറ്റിലാണ്. നമ്മുടെ വയറ്റിലുള്ള കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകൾ തലച്ചോറുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജങ്ക് ഫുഡും അമിതമായ പഞ്ചസാരയും കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയകളുടെ ബാലൻസ് തെറ്റുന്നു. വയറ്റിലെ ആരോഗ്യം മോശമായാൽ അത് നേരിട്ട് ആൻസൈറ്റി, ഡിപ്രഷൻ, മൂഡ് ഓഫ് എന്നിവയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഹെൽത്തി ഗട്ട് ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫൈബർ റിച്ച് ഫുഡ്, പ്രോബയോട്ടിക്സ്, തൈര് പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് വയറിനെ സന്തോഷിപ്പിക്കും. അപ്പൊ നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ തലച്ചോറിന് വിശ്രമവും സന്തോഷകരമായിരിക്കണമെങ്കിൽ വയറിന് നല്ല ഭക്ഷണവും നൽകുക. യുവർ ഫിസിക്കൽ ഹെൽത്ത് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ മെന്റൽ പവർ. താങ്ക് യു.